അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്. ബാബുൽ ഖൗഫ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പേടി. അതിനെ സംബന്ധിച്ച് വിവരിച്ചു വന്നു. അതിൽ ഒരു ഹദീസ് ഞങ്ങൾ വിശദീകരിച്ചിട്ടായിട്ട് കഴിഞ്ഞ ക്ലാസ് ഇന്റെ ഇപ്പം അതിന്റെ ബാക്കി ഭാഗമായിട്ടുണ്ട്. അള്ളാഹുടെ സംബന്ധിച്ചുള്ള പേടി ചൊല്ലുമ്പോൾ അള്ളാഹുടെ ശിക്ഷരെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആ ശിക്ഷയുടെ കഠിന, ആ ശിക്ഷയുടെ ഒരു രീതി അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദോഷത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും നല്ലത് കൂടുതൽ പ്രവർത്തിക്കുക കാരണവും. അപ്പൊ അത് അള്ളാഹുടെ ശിക്ഷ ചൊല്ലത് നരകത്തെ സംബന്ധിച്ച് ചൊന്നൊരു ഹദീസായിട്ട് ഇണ്ട് വിവരിക്കോപ്പേണ്ടത്. ഒരിക്കലും ഈ ലോകത്തെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങളെ കണ്ട് ദൃഷ്ടിയിൽപ്പെട്ടത് മാത്രമല്ല, ഞങ്ങൾ കാണാത്തത് എത്രയോ ഉണ്ട്. ഞങ്ങളുടെ കണ്ണിൽ കാണാത്ത, ഞങ്ങൾ ഗൊന്തില്ലാത്ത പലതും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അള്ളാഹുടെ സൃഷ്ടികളെ സംബന്ധിച്ച് മലക്കുമുള്ളർ, ജിന്നുമുള്ളർ, മനുഷ്യന്മാരായ ഞങ്ങളുള്ള ഈ ഭൂമിയുണ്ട്. ഈ ഭൂമിയുടെ ഭൂമി എന്നുള്ളത് കടലിന്റെ ഇടയിലായിട്ട് ഇരിക്കുന്നത്, ബാക്കി ഭാഗങ്ങൾ കടലായിട്ടിരിക്കുന്നത്. എന്നാൽ ഈ കടലും ഭൂമിയും തൊടാണ്ട് എത്രയോ അകലത്തിലായിട്ടിരിക്കുന്നത് ആകാശമുള്ളത്. ഈ ആകാശത്തെ അപ്പുറത്തായിട്ടിരിക്കുന്നത് രണ്ടാമത്തെ ആകാശങ്ങളുള്ളത്. അങ്ങനെ ഒരുപാട് അള്ളാഹുടെ സൃഷ്ടികളുണ്ട്. ഇതൊക്കെ അള്ളാഹു താല സൃഷ്ടിച്ചതായിട്ടിരിക്കുന്നത്. അതിലൊക്കെ അള്ളാഹു താല സ്വർഗവും നരകവും അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചില്ല. ആ നരകത്തെ ഖിയാമത്തിനാൽ അള്ളാഹു താല കൊണ്ടുപോണ്ട, ആ നരകത്തെ അവിടെ എത്തുവാട്ട. അപ്പൊ ആ കൊണ്ടുപോണ്ടതിന്റെ അവസ്ഥയെ സംബന്ധിച്ചായിട്ട് ഇതിന്റെ ഹദീസ് ചൊല്ലുക. അപ്പൊ അള്ളാഹു താല നരകത്തെ സൃഷ്ടിച്ചു വെച്ചില്ല, സ്വർഗത്തെ അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചില്ല. എന്നിട്ട് അത് ആ നരകത്തെ ഖിയാമത്തിനാൽ കൊണ്ടുവരുമ്പോ ആ നരകത്തെ മേലെയായിട്ട് സിറാത്ത് പാലമുള്ളത്. സിറാത്ത് പാല കടന്നിട്ടായിട്ട് സ്വർഗത്തെ എത്തേണ്ടത് അല്ലെ. അപ്പൊ ആ നരകത്തെ മേലെ അപ്പുറത്തേക്ക് പാസ്സാവണം. അതൊക്കെ ആയിട്ട് സിറാത്ത് പാല. അപ്പൊ ആ സിറാത്ത് പാല അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ വെച്ചെങ്കിൽ അങ്ങനെ ഇബാദത്തും തഖ്വയും പവറും ഈമാനും അനുസരിച്ചിട്ടായിട്ട് അവിടെ ഒക്കെ നടക്കരുത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഹദീസ് നമുക്ക് പ്രവേശിക്കാം. 397 ഹദീസ്. വഅൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിട്ട് ഹദീസ് റിപ്പോർട്ട് ആക്കുന്നത്. ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, യുഖ്താ ബി ജഹന്നം, നരകത്തിനെ കൊണ്ടുവരപ്പെടും. യൗമയിദിൻ, അന്തത്തെ നാൾ. എപ്പോ? ഖിയാമത്ത് നാൾ. ലഹ, അടുക്കുണ്ട്, സബൂന അൽഫ സിമാം, 70,000 സങ്കലകൾ. കടിഞ്ഞാണിട്ടിട്ട് ആ നരകത്തെ ബലിച്ചോണ്ട് പറകുവേനായി അതൊക്കെ സങ്കലിട്ട് കടിഞ്ഞാണിട്ട് ബള്ളിട്ടിട്ട് ഇങ്ങനെ ബലിച്ച വരും പോലെ അതിനെ ബലിച്ചോണ്ട് വേണ്ട. അപ്പൊ അതിന് അതിനെ ബള്ളിയിട്ടതിനെ സംബന്ധിച്ച ചൊല്ലത് എത്ര? 70,000. മാക്കുല്ലി സിമാം, ഓരോ സിമാമിടട്ട് കൊണ്ട് എത്ര? സബൂന അൽഫ മലക്ക്, 70,000 മലക്ക്. യജുറൂന, അതിനെ ബലിച്ചോണ്ട് പണ്ടറ് ഒന്ന്. അപ്പൊ 70,000 കടിഞ്ഞാനതുക്ക് ബള്ളിയിട്ട് ഓരോ ഇത് ജിമാം ಅದಕ್ಕೆ ಬಳ್ಳಿಟ್ಟು ಶಂಕಾಲಿಟ್ಟಿಟ್ಟು ಬಲ್ಚ ಬಂಡೆ ಅದಕ್ಕೆ അതിൽ 70,000 മലക്കുമായിട്ട് ഒന്നൊന്നും പിടിക്കില്ല. അപ്പോൾ മലക്കുകളെ ഒന്ന് ലെക്ക ഒരു കൗണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കണക്കില്ലാത്ത മലക്കുമുള്ളത്. അപ്പൊ ആ നരകത്തെ വലിപ്പവും വണ്ണവും ഇതായിട്ട് കൂടെ ഇപ്പൊ ഈ ഹദീസിൽ വിവരിച്ചത്. അപ്പൊ അത് എന്തൊക്കെ ചൊന്നെങ്കിൽ ആ ഖിയാമത്തിനാലെ എല്ലാരെയും അവിടെ ഒരുമിച്ച് കൂട്ടി അവിടെ പിന്നെ അതിനെ കൊണ്ടുവന്ന് പിന്നെ ആയിട്ടിക്കടെ ഏതാക്കടെ ബാക്കിയുള്ള കാര്യം. ഇപ്പൊ ഹിസാബുണ്ട്, സ്വർഗത്ത് വിത്തൊക്കെയുണ്ട്, അതിക്ക് മുന്നാൽ സിറാത്ത് പാലുണ്ട്, മീസാനുണ്ട്. അപ്പൊ അത് ഓരോ ഘട്ടങ്ങളിലായിട്ടിക്കടെ നടക്കരുത്. ഞങ്ങൾ ഇപ്പൊ ഉമ്മടെ ഭയത്തിൽ നിന്ന് അതുക്ക് മുന്നുള്ള ഞങ്ങൾക്കൊരു കാലത്ത് അതിൽ പിന്നെ ഉമ്മടെ ഭയത്തിൽ ഞങ്ങൾ എത്തിയ അവിടെ ഒരു ലോകം വേറെ ആയിട്ടിക്കും. പിന്നെ ഞങ്ങൾ ദുനിയാവ് വന്ന് ഇവിടുത്തെ ശിഷ്ടമായിട്ടിക്കടെ ഞങ്ങളെ കണ്ണിൽ കണ്ടുകൊണ്ടുള്ളത്. ഇനി മരിച്ചാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള ഖബറുമായി ബന്ധപ്പെട്ട ഒരു ലോകമായിട്ടിക്കടെ. അതിൽ പിന്നെ മഹ്ശറാഞ്ചുള്ള ലോകമായിട്ടിക്കടെ. അപ്പൊ അത് അവിടെ ആയിട്ടിക്കടെ ഇത് പിന്നെ ആയിട്ടിക്കടെ സ്വർഗവും നരകവും. അപ്പൊ ആ മഹ്ശറൽ ആ നരകത്ത് കൊണ്ടുപോണ്ട ഒരു അവസ്ഥയെ സംബന്ധിച്ചായിട്ട് ചൊന്നത് 70,000 സംഖലിട്ട് പഠിച്ചോണ്ട്.
അപ്പൊ 7000 ഓരോന്നിൽ എത്രണ്ട്? 7000 മലക്കുകളുടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഈ സൃഷ്ടി, അള്ളാഹുടെ പടപ്പ്, അള്ളാഹുടെ രീതിയാണെന്നെങ്കിൽ ഈ അള്ളാഹു തആല ഇതൊക്കെ സൃഷ്ടിച്ചത് അതായത് ഇപ്പൊ ഒരു മല പുറപ്പാട്ടില്ലെങ്കിൽ അത് കേൾപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. പക്ഷെങ്കിൽ ആ മലക്കിനെ കൊണ്ട് അള്ളാഹു തആല താക്കുവാട്ടെ. അതുപോലെ പല കാര്യങ്ങൾക്കും അള്ളാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചു. നരകത്തെ കാക്കടെ മലക്കുമുള്ളർ, സ്വർഗത്തെ കാക്കടെ മലക്കുമുള്ളർ, ഇങ്ങനെ പല വിഭാഗം മലക്കുമുള്ളർ. അപ്പൊ മലക്കുകളെ സംബന്ധിച്ചപ്പോലും മനുഷ്യന്മാരെ പോലെ എനിക്ക് മനസ്സിലാക്കത്തില്ല. മനുഷ്യന്മാരെക്കാൾ കൂടുതൽ പവറും അങ്കുണ്ട്. അതായത് മനുഷ്യന്മാരും ചൊല്ലത് ഞങ്ങളെ ഈ യുദ്ധത്തോറെ താക്കത്ത് ഇത്രയും ഉള്ളേ. അപ്പൊ ഇതനുസരിച്ചിട്ടല്ല മലക്കുകളുടെ ഇങ്ങനെയല്ല, അങ്ങനെ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടങ്ങായിട്ടിക്കിടും മലക്കുങ്ങൾ. അപ്പൊ അങ്ങനെ പവറും അങ്ങനെ പിന്നെ ശക്തിയും അപ്പോ വ്യത്യാസമായിട്ടിരിക്കുക. മലക്കുകൾ തന്നെ ഒരുപാട് പവറുള്ള മലക്കുമുള്ളതും. അപ്പൊ അതൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാമൊക്കെ ഈ ഭൂമിയിലൊന്ന് അനക്കണുണ്ടെങ്കിൽ ചൊമ്മ സാറൊന്നും ഇല്ല. ഞങ്ങൾ ഒരു ടേബിളില് ഒരു കുർസില് ഞങ്ങളെ കയ്യിലെടുത്ത് ഞങ്ങൾ വലിച്ചെങ്കിൽ എങ്ങനെ ആയിട്ട് അന്നതുപോലെ വെച്ചെങ്കിൽ അള്ളാഹു തആല വലിയ പവറും ശക്തിയും മലക്കുകൾക്ക് കൊടുത്തതാണ്. അപ്പൊ ഈ മലക്കങ്ങ ഇതിനെ വലിച്ചോണ്ട് പണ്ടാറ്. അപ്പൊ ഈ നരകത്തെ കഠിന അദാബ്, നരകത്തെ ശിക്ഷ, അപ്പൊ ആ നരകത്തെ ഒരു ഗൗരവം അത് മനസ്സിലാക്കൂ ഈ ഹദീസിൽ നിന്ന് നമുക്ക് സാധിക്കണം. അപ്പോ വളരെ കഠിനമായ ശിക്ഷയായിട്ട് നരകത്തെ ശിക്ഷ അത് കണ്ണെതിരിൽ വലിച്ചോ വന്നിട്ടായിരിക്കും അവിടെ നിപ്പാട്ടിട്ട്. അപ്പൊ അതിലെ മേലെ ആയിട്ട് ഇവിടെ എത്തേണ്ടത് സ്വർഗത്തിൽ എത്തേണ്ടത്. അപ്പൊ സ്വർഗവും നരകവും ഉണ്ട് പടക്കപ്പെട്ടത്. രണ്ട് മലക്കുങ്ങൾ ഒരുപാട് ഉണ്ട്. ആ മലക്കുങ്ങൾ അള്ളാഹുടെ കൽപ്പന അനുസരിച്ച് ചറാക്കിടറങ്ങാൻ. ഇതൊക്കെ ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നായിട്ട്. അപ്പൊ ഇത് കൊണ്ടുവന്നത് അള്ളാഹുടെ ശിക്ഷയെ സംബന്ധിച്ചൊരു പേടി. അള്ളാഹു നരകത്തെ അദാബിൽ നിന്ന് ഞങ്ങളെ കാക്കട്ടെ. ഹിസാബില്ലാണ്ട് സ്വർഗത്തിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ബാക്കിയുള്ള ഹദീസുകൾ മുന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.